السلام عليكم ورحمة الله تعالى وبركاته. عن أبي بكر الصديق رضي الله عنه عبد الله بن عثمان بن عامر بن أمير بن كعب بن سعد بن تيم بن مرة بن كعب بن لؤي بن غالب القرشي التيمي رضي الله عنهم وهو وأبوه وأمه صحابة رضي الله عنهم قال: نظرت إلى أقدام المشركين ونحن في الغار وهم على رؤوسنا فقلت يا رسول الله لو أن أحدهم نظر تحت قدميه لأبصرنا فقال ما ظنك يا أبا بكر بإثنين الله ثالثهما متفق عليه. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുക എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതായ ഓരോ ഹദീസുകൾ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിരിക്കുന്ന ഈ ഒരു ഹദീസിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്: നളർതു ഇലാ അഖ്ദാമിൽ മുശ്രിക്കീൻ വനഹ്നു ഫിൽ ഗാർ. സൗർ ഗുഹയിലിരിക്കുന്നതായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതായ സന്ദർഭത്തിൽ സൗർ ഗുഹയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിശ്വാസികളായ മുശ്രിക്കീങ്ങളായ ജനങ്ങളുടെ പാദങ്ങൾ കാണുകയാണ്. വഹും അലാ റഊസിന, എത്തരത്തിൽ ആ അവിശ്വാസികളായ ജനങ്ങൾ ഇവരെക്കാൾ മുകളിലാണ് ഉള്ളത്. അപ്പൊ അവർക്കുള്ളതായ കാൽപാദങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്: ഫഖുൽതു യാ റസൂലല്ലാഹ് ലൗ അന്ന അഹദഹും നളറ തഹത ഖദമൈഹി ലഅബ്സർനാ. ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, അവരിൽ ആരെങ്കിലും ഒരാൾ അവർക്കുള്ളതായ കാലിന്റെ ഭാഗത്ത്, പാദത്തിന്റെ താഴ്ഭാഗത്തേക്ക് ആരെങ്കിലും ഒരാൾ നോക്കുകയാണെങ്കിൽ അബ്സർന, തീർച്ചയായി നമ്മളെ കാണുക തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ, അപ്പോഴാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി: മാ ളന്നുക യാ അബാ ബക്കർ ബിസ്നൈനില്ലാഹി സാലിസുഹുമാ. ഓ അബൂബക്കറെ, നമ്മൾ രണ്ട് പേര് ഇരിക്കലോടുകൂടെ മൂന്നാമനായ അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയുണ്ടായിരുന്നു. ഇവിടെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് മുഴുവനും സമർപ്പിച്ചുകൊണ്ടാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ തവക്കുൽ ചെയ്യുക എന്നുള്ള വിഷയത്തിൽ അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അള്ളാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ അവിടെ തടസ്സങ്ങൾ വരികയില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല, ശത്രുക്കളുടെ നൊമ്പരങ്ങൾ, അവർക്കുള്ളതായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമ്മൾ ഏൽക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ മേഖലകളിലും അള്ളാഹുവിലേക്ക് വരവേൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അത് എത്ര വലിയ പ്രശ്നമായാലും അത് പരിഹരിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അള്ളാഹുവിലേക്ക് ബലമേൽപ്പിച്ചു കഴിഞ്ഞാൽ വേറൊരു വിഷയത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിൽ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിതത്തിനെ ധന്യമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.